ദുബായിലായപ്പോൾ എനിക്ക് ഏറ്റവും ടാസ്ക്കായിരുന്നു കേട്ടോ ഈ ഫുഡ് ഉണ്ടാക്കൽ. എന്തുണ്ടാക്കും, എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ. ഇതിൻ്റെ ഇടയിൽ അമ്മേനൊക്കെ വിളിച്ച് കുറേ ശല്യപ്പെടുത്തുമായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തേക്കേ പോകാറില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്നതിന്. പക്ഷേ ഇന്ന് എന്തെങ്കിലും അമ്മയ്ക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഫ്രിഡ്ജ് അങ്ങ് തുറന്ന് നോക്കുമ്പോൾ നോർമൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ. പക്ഷേ അതിൽ ചെമ്മീൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെമ്മീൻ ഫ്രൈയോ കറിയോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് അമ്മയ്ക്ക് കൊടുക്കാമെന്ന്. ഇന്ന് ഒന്നും നോക്കിയിട്ടില്ല. ഫസ്റ്റ് ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ക്ലീനിങ് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ മുള്ളു പോലത്തെ സാധനമൊക്കെ കയ്യിലൊക്കെ തറച്ചിട്ടോ. പക്ഷെ അത്ര വലിയ പെയിനൊന്നും ഇല്ലായിരുന്നു. ഇത് നല്ല വൃത്തിയിൽ തന്നെ ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആലോചിച്ചു. ഫ്രൈ ആക്കണോ കറി ആക്കണോ, അതിലെന്തൊക്കെ ഫ്രൈ ആക്കുകയാണെങ്കിൽ പെട്ടെന്നാവുമോ, അങ്ങനെയൊക്കെ കുറച്ച് ആലോചിച്ചിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, കറി ഫ്രൈ പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറച്ചൊരു ഗ്രേവി ടൈപ്പായിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ അകത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ദുബായിൽ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഉള്ളി അരിയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കായിരുന്നു. കണ്ണൊക്കെ മൂക്കുന്നൊക്കെ തുടാന്ന് വെള്ളം വരുമായിരുന്നു. ഞാൻ വിചാരിച്ചു ലാസ്റ്റായിട്ട് അരിഞ്ഞാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ ഈ സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് പീസാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കണ്ണീരൊക്കെ കൊണ്ട് കഷ്ടകാലമാണല്ലോ വിചാരിച്ചിട്ട് കുറച്ച് വലുതാക്കിയിട്ടൊക്കെ അരിഞ്ഞു. അങ്ങനെ ഫൈനലി നമ്മുടെ കറിയുടെ മുക്കാൽ ഭാഗമായി.